up. 6. Up. 9. Up. 10. 2. 4. 6. Finger back left continue. Get ready. Start 1. Turn right. Turn right. Turn right. Stop. Second. Second. രീതിയിൽ അവിടെ നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. ഇനി ലൈന് വേണ്ട, റൗണ്ട് ആയിട്ട് ഈ തരത്തിൽ വളരെയധികം സന്തോഷമുള്ള ഒരു സമയത്താണ്. നമ്മൾ ആഗ്രഹിച്ചതല്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എത്തും എന്നുള്ളത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഈ സംസ്കാരത്തിന്റെ ഒരു ചെറിയ ഭാഗം
നമ്മളെ നാട്ടിലും ആവാൻ പറ്റി എന്നുള്ളത് നമ്മള് വളരെ സന്തോഷം ഉണ്ടാവുക. ഇനി ഈ ഒരു സംഭവം ഇങ്ങനെ മെക്സവൻ ഇവിടെ വരാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ചർച്ച ചെയ്തപ്പോ ഇതിന് വരുന്ന എല്ലാ ചെലവും ആരോടും ചോദിക്കേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ മനുഷ്യരുണ്ട്. അത് നമ്മളെ അലിയാക്ക, നമ്മുടെ KM അലിയാക്കയാണ് അത് പറഞ്ഞത്. പൈസ ഒന്നും നോക്കണ്ട, ഞാൻ എടുത്തോളാം. പക്ഷെ അതല്ല ശരി, എല്ലാവരും കൂടിയാലേ ഇത് മുന്നോട്ട് പോകൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മള് ഇതിനു വേണ്ടി വന്ന ഏകദേശം കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ വളരെ സന്തോഷമായിട്ട് നമ്മൾ ചോദിച്ച എല്ലാ ആളുകളും തന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇതിലെ പിരിവോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു 20 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. മറ്റുള്ളതൊക്കെ നമ്മളെ വീട്ടുകാർക്കും കുടുംബത്തിനൊക്കെ വേണ്ടിയാണ്. ഇത് മാത്രമാണ് നമുക്ക് നൽകാനുള്ളത്. ഒരു 20 മിനിറ്റ് ഈ ഒരു കോമ്പൗണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നിർദ്ദേശങ്ങൾ മാത്രം. ഇത് ആരോടുള്ള പ്രയാസപ്പെടുത്താനുള്ള ഒരിക്കലും കൂട്ടിന് അങ്ങനെ ചിന്തിക്കരുത്. അപ്പൊ ഇത് ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് വളരെയധികം സഹായം ചെയ്ത് നമ്മുടെ സിദ്ദിയാക്കയാണ്. സിദ്ദിയാക്ക ഇത് പഠിക്കാനുണ്ട്. സിദ്ദിയാക്കാന്റെ ഒരു ഹിസ്റ്ററി മൂപ്പര് ബ്രൂണോയിലായിട്ട് ബന്ധപ്പെട്ട ആളാണ് മൂപ്പര്. പക്ഷെ 1-2 മിനിറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ആ വിഷയം പറയാം. പിന്നെ അങ്ങനെ അവരെ എത്രയോ കിലോമീറ്റർ പോയി പഠിച്ചിട്ടാണ് അവിടെ വന്ന്. ഇവിടുന്ന് നമ്മൾ ഇതുപോലെ വേങ്ങൂർ ഒരു മാസം പോയി പിന്നെ ഇവിടെ വന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾക്ക് കഴിയുന്നിടത്തോളം കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഇതിനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സിദ്ദിയാക്കയാണ്. സിദ്ദിയാക്ക അതുപോലെ ഒരിക്കൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് ബാവാക്ക, ഷംസുക്ക, കുഞ്ഞാപ്പാക്ക. എത്ര പുലരികളാണ് ഇരുട്ട് വക വെച്ചുകൊണ്ട് അവർ ഈ കാപ്പിലേക്ക് വന്നത്. അവരെ കുടുംബമുണ്ട്, അവരെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കാതെ കാപ്പിലെ ജനങ്ങളെ മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആരോഗ്യ സംസ്കാരത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി അവർ വന്നു. അവർ ഇന്നത്തോടു കൂടി ആ വ്യവസ്ഥാപിതമായ വരവ് നിൽക്കുകയാണ്. ഇനി അവർ വരണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. തിരിച്ച് നമ്മൾ മറ്റുള്ള ക്യാമ്പുകളിലൊക്കെ പോയി അവിടുത്തെ എക്സ്പീരിയൻസും അറിയാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും അധികം പറയാനുള്ളത് നാട്ടുകാരാണ്. എല്ലാം ചിന്തകളും വിട്ടിട്ടാണ് സ്വന്തം ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി കുട്ടികളും മുതിർന്നവരും വലിയവരും ചെറിയവരും സ്ത്രീകളും എല്ലാവരും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും കഴിയുന്നിടത്തോളം കാലം നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സിദ്ദിയാക്കാനോട് ഈ ഒരു വിഷയത്തിനെ എന്ന് പറഞ്ഞപ്പോ ഒരു പ്രയാസം കൂടാതെ നമുക്ക് വിട്ടുതന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ സാഹിബ്, എല്ലാവരും ഫൈസൽ സാഹിബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കയ്യടി കൊടുക്കുക. കാരണം ഒരു പ്രശ്നമില്ലാതെ കേട്ട സമയത്തിന് വേണ്ടി നമുക്ക് വേണ്ടി വിട്ടു തന്നിട്ടുണ്ട്. ഇനി ഇതിന് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി സിദ്ദിയാക്കാൻ ശ്രമിക്കും. എന്റെ പേര് അനിൽ എന്നാണ്. കുറച്ചു പേർക്കൊക്കെ അറിയാതെ തോന്നും. ആധാരെഴുത്തുമായി ബന്ധപ്പെട്ട് ഒരു 10-25 വർഷമായിട്ട് മേലാറ്റൂർ ഉണ്ട്. എന്റെ വീട് കീഴാറ്റൂരാണ്. ഇന്നലെ നമ്മുടെ ഈ മെക്സോന്റെ ട്രെയിനിങ് കഴിഞ്ഞ് വള്ളുവങ്ങാട് യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ആക്സിഡന്റിൽ അദ്ദേഹം ഇന്നലെ വൈകുന്നേരത്താണ് അതിന്റെ മറവിയൽ കഴിഞ്ഞു. എങ്കിലും 1 മിനിറ്റ് നേരം നമ്മൾ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പ് 1 മിനിറ്റ് ഒന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കേരളത്തിലുടനീളം അകത്തും പുറത്തും മറ്റു രാജ്യങ്ങളിലെല്ലാം ഈ ഒരു പ്രസ്ഥാനം വളരെയേറെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഫൈറ്റിങ്ങിന്റെ ഭാഗമോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമല്ല. നല്ല ഒരു ആരോഗ്യം സംരക്ഷിക്കുക, നല്ലൊരു ജനതയെ വാർത്തെടുക്കുക, നാടിനും നാട്ടുകാർക്കും ഒരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഇതിന്റെ പിറകിലുള്ളത്. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 8 മാസത്തോളമായി, ഏകദേശം 9 മാസത്തോളമായി മേലാറ്റൂരിൽ മെക്സോൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങി വെച്ചത്. ആ തുടങ്ങി വെച്ച ചരിത്രങ്ങളിലേക്കൊന്നും ഈ സമയത്ത് പോകുന്നില്ല. നമ്മുടെ സിദ്ദിഖ, അലിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി മാസങ്ങളോളം അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിന്റെ എക്സസൈസ് കംപ്ലീറ്റ് പൂർത്തിയാക്കി മേലാറ്റൂരിൽ ഇങ്ങനെ ഒരു സംഗതി തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുകയും ഏകദേശം ഒരു 10ഓളം വരുന്ന ആളുകൾ വെച്ച് തുടങ്ങി
ഈ പ്രസ്ഥാനം ഇന്ന് മേലാറ്റൂരിന്റെ കീഴിൽ 32ഓളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ഈ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് 2500ഓളം ആളുകൾ നമ്മുടെ ഈ സംഗതിയിൽ ഇന്നിപ്പോ ഈ സമയത്ത് എല്ലാവരും പല യൂണിറ്റുകളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു നേട്ടമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അണിനിർത്തിക്കൊണ്ട് വേറെ ഇതിന്റെ പിന്നിൽ യാതൊരുവിധ മറ്റു കാര്യങ്ങളും ഇല്ലാതെ നമ്മുടെ ആരോഗ്യം ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക എന്നുള്ള ഒരു ഉദ്യമം മാത്രമാണ് ഇതിലുള്ളത്. അല്ലാതെ ഇതിന്റെ പിറകിലുള്ള ഒരു ജാതിമത ഭേദമന്യേ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ ഒരു ട്രെയിനിങ് സെന്ററിലും നമ്മൾ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. നല്ലൊരു ആരോഗ്യം സംരക്ഷിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ അജണ്ട. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ ഒരു ദൗത്യം മാത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇതേപോലെയുള്ള പ്രവർത്തനത്തിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ നമ്മളെല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം നൽകിയിട്ടുള്ള കാപ്പിലെ എല്ലാ മാന്യപ്രവർത്തകർക്കും മേലാറ്റൂർ മെക്സവന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എന്റെ കർത്തവ്യം ഇത്രയും ദിവസങ്ങളായി നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മേലാറ്റൂർ മെക്സവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. ആ കടമയിലേക്ക് കഴിയുന്നത് വേഗം പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഞാൻ പറഞ്ഞു, ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ആദരവോടുകൂടി നിങ്ങൾക്കും എനിക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മെക്സവന്റെ ചെയർമാൻ വടകര മാനോക്കയാണ്. അദ്ദേഹവും മേലാറ്റൂർ സ്വദേശിയാണ്, പ്രവാസിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി എല്ലാ ട്രെയിനിങ് സെന്ററുകൾ സന്ദർശിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി പോരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ റഫീഖ് ട്രെയിനറാണ്. പല മേഖലകളിലും ട്രെയിനിങ് നടത്തി. ഇന്നലെ വെള്ളിയഞ്ചേരി ആയിരുന്നു സമാപനം. അദ്ദേഹമായിരുന്നു അവിടെ ട്രെയിനിങ് നടത്തിയിരുന്നത്. സോറി, ഷാബാൻ മറ്റേ റഫീഖ് ആയിക്കോട്ടെ, സോറി, ഞാൻ പറഞ്ഞു കരുവാരുണ്ട്. ഞാൻ പറഞ്ഞതിൽ വ്യത്യാസം ഒന്നാണ്. കരുവാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ട്രെയിനിങ് സെന്റർ. അത് കഴിഞ്ഞ 2 ദിവസം മുമ്പെയാണ് അവസാനിച്ചത്. അദ്ദേഹവും അതെ വളരെയേറെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനറാണ്. രണ്ടാമത് ഷിഹാബ്, അദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ആദ്യകാലം മുതൽ മേലാറ്റൂരിലെ ട്രെയിനറായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹവും ഇന്നലെ വെള്ളിയഞ്ചേരിയാണ് സമാപിച്ച്. കഴിഞ്ഞ 14 ദിവസത്തോളമായി ഏകദേശം 140-150 ആളുകളെ പരിശീലനം നടത്തി. അതിന്റെ ഒരു ഹാപ്പിയോട് കൂടിയാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. റഹ്മത്ത് എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞാപ്പ, മേലാറ്റൂർ മെക്സവന്റെ ട്രഷറർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹവും ഇതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ യൂണിഫോം, അതുപോലെ നമ്മുടെ ടൂർ പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളും നമ്മുടെ ട്രെയിനറുമാണ്. കുഞ്ഞാപ്പയെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ശംസുദീക്ക, ഞാൻ നിങ്ങളെ ട്രെയിനർമാരെ അവസാനം പരിചയപ്പെടുത്താം. ഇത് സലാഹുദ്ദീൻ മേലാറ്റൂർ സ്വദേശിയാണ്. ഉച്ചറക്കടവിലാണ് അദ്ദേഹം താമസം. നിങ്ങൾക്ക് പരിചിതനാണ്. അദ്ദേഹവും ഇതേപോലെ തന്നെ ഏത് കാര്യത്തിലാണെങ്കിലും, എവിടെ സെന്റർ ആണെന്നുണ്ടെങ്കിലും, ആ സെന്ററിൽ ഉദ്ഘാടനത്തിലാണെങ്കിലും, അത് അവസാനിക്കുന്ന സമയമാണെങ്കിലും യഥാസമയം ഓടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വളരെ വിനയപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഷൗക്കത്ത് ഖാൻ നമ്മുടെ ഫേസ്ബുക്കിന്റെ ഓണറാണ്. മേലാറ്റൂരിലെ സ്ഥാപനം നടത്തുന്ന ആളാണ്. വളരെയേറെ എടപ്പറ്റയിൽ നിന്ന് ഏകദേശം അടുത്തുള്ള സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. ആദ്യകാലം മുതൽ ഇന്ന് വരെയും എവിടെയൊക്കെയാണോ ഈ പരിശീലനം നടത്തുന്നതെങ്കിൽ അവിടെയെല്ലാം ഓടിയെത്തി എല്ലാവരെയും കാണാനും നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ വളരെയേറെ ഉത്സാഹത്തോടു പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ദാസേട്ടൻ മേലാറ്റൂർ സർവീസ് ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഓടി നടക്കുന്ന ഒരാളാണ്. ആളുകളെ പരിശീലിപ്പിക്കാനും പോരായ്മകൾ കണ്ടെത്താനും അത് നികത്തി നല്ല രീതിയിലേക്കുള്ള സൗമ്യമായ പെരുമാറ്റത്തോടുകൂടി ആളുകളെ അതിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി വളരെയേറെ സ്വാഗതം ചെയ്യുന്നു.
ഞങ്ങൾ വിളിക്കുന്ന പേരായതുകൊണ്ടാണ് ഞാൻ സംശയിച്ചത്. അബൂബക്കർ എന്നാണ് പേര്. നിങ്ങൾക്കെല്ലാം അറിയാം, രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെയേറെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങളെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സ്ഥലങ്ങളിൽ പോയി സന്ദർശനം നടത്തി വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വളരെ വിനയപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അബ്ദുക എന്ന് പറയും അബൂബക്കർ. അദ്ദേഹം ഏപ്പക്കാടാണ് സ്വദേശം. വളരെ ഞാൻ വരുന്ന സമയം ആലോചിക്കുകയാണ്, മെല്ലെ വന്ന് നിന്നിരുന്ന ഒരാളാണ്. ഇപ്പോ ഞങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ വളരെ ഉത്സാഹത്തോടുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. കാരണം ഞങ്ങൾ 4:45 മേലാറ്റൂർ എത്തണമെങ്കിൽ പുള്ളി 5:30 എത്തുന്ന ആളാണ്. അത്ര ഇതുമായി ആത്മാർത്ഥതയോടുകൂടി ബന്ധം പുലർത്തുന്ന ഒരാളാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെ നാളെ വരും എന്നുള്ള ഒരു ഐഡന്റിറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം. ഇനി പരിചയപ്പെടുത്താനുള്ളത് നിങ്ങളുടെ സ്വന്തം ഭാവയാണ്. കാരണം നിങ്ങളാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാളാക്കാൻ വേണ്ടി കഴിഞ്ഞ 10 ദിവസത്തോളമായി നിരന്തരമായി, അതുപോലെ തന്നെ സംസ്കൃതിക്ക രണ്ടാൾക്കും കൂടി ഒരുപോലെയാണ് പറയുന്നത്. ഇവര് രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 10-14 ദിവസത്തോളമായി നിരന്തരമായി, നിങ്ങൾക്കറിയാം ഇവിടെ ഒരു 6 മണിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവര് എപ്പോ എണീറ്റ് ഇവിടെ വരണം എന്നുള്ളത്. ഇതൊരു ഉത്സാഹമാണ്. കാരണം ആളുകളെ നമ്മൾ ഇതിലേക്ക് ആകർഷിക്കുകയും അവരുടെ ഒരാൾക്കെങ്കിലും ഇതിൽ നിന്നൊരു മോചനം കിട്ടിയാൽ അത് വളരെ ഒരു ഭാഗ്യമായി കരുതുന്ന പ്രതിഫലം മാത്രം വീക്ഷിച്ചിട്ടാണ് അവരെല്ലാം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഭാവയെയും സംസ്കൃതക്കെയും വളരെ വിനയപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി വളരെ വിനയത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ അവർ പറയുന്ന പരിശീലനം കൃത്യമായി നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 15 ദിവസത്തിനകം നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ പറയും. അത് കൃത്യമായി ആ പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവർ രണ്ടുപേരെയും നിങ്ങൾക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യും. ലേഡീസ് ട്രെയിനിങ് അവിടെ നടത്തുന്നുണ്ട്. 4 പേരാണ് അവിടെ വന്നിട്ടുള്ളത്. ഒന്ന് സിദ്ദിഖാഖാന്റെ വൈഫാണ് ഒരു ട്രെയിനർ, ഫാത്തിമ എന്നാണ് പേര്. അപ്പോ അവര് നിങ്ങൾക്കറിയാലോ, ലേഡീസൊക്കെ ഇപ്പൊ രാവിലെ ഒരു 5 മണിക്കൊക്കെ എണീറ്റ് കുട്ടികളുടെ പരിപാടികളൊക്കെ കഴിച്ച് മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ച് ഒക്കെ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവുന്ന വിഷമം നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും അവരൊക്കെ അതിൽ വളരെ എന്താ പറയാ, നമ്മളെക്കാൾ ഉപരി അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോ ഫാത്തിമ, ഹസീന, സാജിദ, റംല, ഒന്ന് കുഞ്ഞാപ്പാക്കന്റെ ഭാര്യയാണ് ഉള്ളത്, റംല കേട്ടോ. ഈ 4 പേരെയും ലേഡീസിന് വേണ്ടിയും ഈ കാപ്പിലെ എല്ലാ ആളുകൾക്ക് വേണ്ടിയും ഒരിക്കൽ കൂടി വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എന്റെ കടമ നിർത്തുകയാണ്. ഇതിൽ ഇങ്ങനെ ഒരു അവസരം നൽകുകയും ഞങ്ങൾ ആരാണെന്നുള്ളതും ഈ കാപ്പിലെ ആളുകളെ പരിചയപ്പെടാനുമുള്ളൊരു ദൈവാധീനം ഈ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പരിശീലനം പൂർത്തിയാക്കുക, നല്ല നിലയിൽ പ്രവർത്തിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ട്രെയിനർ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പരിശീലിക്കുകയാണെങ്കിൽ ഇതിലെ പൂർണ്ണമായും ഒരു ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് തിരിച്ച് പ്രതിഫലം ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇതുമായി സഹകരിച്ചുള്ള കോർഡിനേറ്റേഴ്സ്, നാട്ടുകാർ, ഈ സ്ഥലം തന്ന ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അണിയറയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും മെക്സിമൻ മേലാറ്റൂരിന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒട്ടേറെ യൂണിറ്റുകൾ നമ്മളതായിട്ടും മറ്റുള്ളവർക്ക് യൂണിറ്റുകളിൽ സന്ദർശിക്കുമ്പോൾ പല ഭാഗത്തുനിന്നുള്ള അനുഭവം വ്യത്യസ്തമാണ്. ഇന്ന് ഈ ഇത്രയും ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇവിടെ വന്നതിന്റെ വൈദ്യത്തിന് വേണ്ടി വരുമ്പോൾ സത്യത്തിൽ മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം വളരെ നല്ല രീതിയിൽ നിങ്ങളെ അവതരിപ്പിച്ചു, അതിന് എനിക്ക് നേതൃത്വം തരാൻ കഴിഞ്ഞു. അതിൽ നിങ്ങളെല്ലാവരും ഇതിനോട് ഇത്രയും സഹകരിച്ച
എല്ലാവർക്കും ഈ മെക്സാന്റെ പേരിലും ഞങ്ങളുടെ മേലാറ്റു ടീമിന്റെ പേരിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടേക്ക് പറഞ്ഞയച്ച നിയോഗിക്കപ്പെട്ട ട്രെയിനർമാരുടെ പേരിലും നിങ്ങൾക്ക് നന്ദി പറയുക. പിന്നെ കൂടുതൽ സംസാരിക്കാൻ പറ്റിയ ഒരു അവസരമല്ല, എല്ലാവരും ബന്ധപ്പെട്ട ഹറിബറിയാണ്, എല്ലാവർക്കും ടൈമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ, എന്തുകൊണ്ട് ഈ മെക്സൻ ഈ തോതില് പടർന്നു പന്തലിക്കുന്നു ഇത്ര വേഗം, ഇതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതകളും ഇതിനില്ല. പിന്നെ ആക്ടിവിറ്റീസ് മാത്രമല്ലാതെ വേറെ യാതൊരു ഇതിൽ കാണിക്കുന്നില്ല. ഒരു ഫീസ് ഇല്ല, ഒരു രജിസ്ട്രേഷൻ ഇല്ല, ഒന്നുമില്ല. എന്നിട്ടും ആളുകൾ ആരൊക്കെ വരുന്നു പോകുന്ന ആരും അറിയുന്നു പോലില്ല. എന്നിട്ടും ആളുകൾ ഇതിനിങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞു, മേലാറ്റൂരിനെ സംബന്ധിച്ചോളം 32ാമത്തെ യൂണിറ്റായി. ഇന്നലെ ഒരു ലേഡീസ് യൂണിറ്റ് ഉദ്ഘാടനം കഴിഞ്ഞാൽ 32 യൂണിറ്റ് മേലാറ്റൂർ കീഴിൽ മാത്രമായി. ഞങ്ങൾ ഈ മേലാറ്റൂർ സ്ഥാപിക്കുന്ന സമയത്ത് കേരളത്തിൽ ഏകദേശം 100 യൂണിറ്റേ ഉള്ളൂ. ഇന്നത് ഏതാണ്ട് ഒരു 1000 ചില്ലാനം യൂണിറ്റുകളായി കഴിഞ്ഞു. അപ്പൊ ഇത്രയും, അതുപോലെ വിദേശങ്ങളിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെല്ലാം നമുക്ക് അറിയാം. അതുപോലെ തന്നെ ബ്രൂണൈ, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ പല സ്ഥലങ്ങളിലായി കഴിഞ്ഞു. ഇപ്പൊ ഇതില് ബ്രൂണയിലും സിംഗപ്പൂരും ഒക്കെ എത്തിച്ചത് ഞാൻ തന്നെയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇത് എന്തുകൊണ്ട് ഇത്ര വ്യാപിക്കുന്നു, മറ്റൊരു പ്രസ്ഥാനത്തിനും കിട്ടാത്ത ഈ ഒരു ആവേശം ജനങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അത് മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഒരു 10, 30, 35, 40 വയസ്സാവുമ്പോൾ നമ്മളൊക്കെ ശരീരത്തിൽ നമ്മളറിയാതെ ഒരുപാട് അസുഖങ്ങൾ വന്ന് കയറി കിടക്കുന്നുണ്ട്. നമ്മളൊക്കെ പറയുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനെ കുറച്ച് ഐറ്റംസ്, ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിന് നമ്മൾ പേരിട്ട് നമ്മൾ മാറ്റിയെത്തിക്കുക. അതിനുവേണ്ടി ലാബുകാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുക, ഡോക്ടർമാർക്ക് പൈസ കൊടുക്കുക. മറ്റൊരുപാട് അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്ന് കുടികിടപ്പുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. ചിലർക്ക് കാലിന് തരിപ്പ്, ചിലർക്ക് ചെവിക്ക് വേദന, ചെവിക്ക് അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ. ഇതൊന്നും അസുഖമായിട്ട് നമ്മൾ കണ്ട, പക്ഷെ അതൊക്കെ ഒരുപക്ഷെ വലിയ മാരക രോഗത്തിന്റെ സിംറ്റംസ് ആണ്. അത് നമ്മൾ അറിയുന്നില്ല. ഇവിടെ മെക്സൈനിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, മെക്സൈൻ ഒരു 10-15 കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയാല് നമ്മളെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പടിയിറങ്ങി പോവാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ ഉന്മേഷം, നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു പ്രസരിപ്പൊക്കെ പുറത്തേക്ക് കാണാൻ തുടങ്ങുന്നത്. ആദ്യമായിട്ട് നമുക്ക് പ്രതികരണം വരെ നമ്മളെ വീട്ടിൽ തന്നെയാണ്. നിങ്ങളിപ്പോ കാണാനൊരു പ്രത്യേക എന്തോ ഒരു മാറ്റമുണ്ട്, എന്താ പറയാ അറിയില്ല, എന്തോ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം മറ്റൊന്നുമല്ല, നമ്മളിന്ന് ഇവിടെ ഈ ചെയ്യുന്ന ഈ എക്സസൈസിൽ ഒരു 5 ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. ബ്രീത്തിങ് എക്സസൈസ് 5 അല്ല, കുറെ ഉണ്ട്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. ആ ബ്രീത്തിങ് എക്സസൈസ് ഞാൻ ഇവിടെ ഉദ്ഘാടനത്തിന്റെ ഒന്നെന്ന് ഞാൻ എനിക്ക് പറഞ്ഞു തന്നെ, ആ ബ്രീത്തിങ്ങിന്റെ രീതി. ആ ഒരു ബ്രീത്തിങ് നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഒരു ഗുണം ചില്ലറ ഗുണമൊന്നുമല്ല. അതിനെപ്പറ്റി അറിയുന്നവർക്ക്, ആധികാരികമായിട്ട് എന്നെപ്പറ്റി ഇതിനേക്കാൾ കൂടുതൽ പഠിച്ചവർക്ക് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ആ ഒരു ബ്രീത്തിങ് നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻ ഇത്രയും കാലം വെറുതെ കിടക്കുന്നതൊക്കെ ചലിപ്പിക്കാൻ തുടങ്ങണം. ഈ ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളറിയാതെ നമ്മളിൽ വന്നുകൂടിയ അസുഖങ്ങളൊക്കെ പുറത്തേക്ക് പോവാണ്. ഇത് തന്നെയാണ് മെക്സോന്റെ വിജയം, വേറെ ഒന്നുമല്ല. ഒരുപാട് എക്സസൈസ് കാര്യങ്ങൾ ഈ ലോകത്തില്ലായിട്ടല്ല, ഈ നാട്ടിലില്ലായിട്ടല്ല. ആരാണ് അതിൽ പോകുന്നത്? ജിമ്മുണ്ട്, ഒരുപാട് യോഗകളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ ഇന്നും ആരും പോവാറില്ല. ഇതെന്തുകൊണ്ട് പോകുന്നു? ഇത് ഏതാൾക്കും ഏയിലെയും എവിടെയും പോയി ചെയ്യാം. ഒരു 2 സ്ക്വയർ ഫീറ്റ് സ്ഥലം കിട്ടിയാൽ നമുക്ക് വിരുന്ന് പോയ വീട്ടിലോ മരിച്ച വീട്ടിലോ ടൂറ് പോയതൊക്കെ ചെയ്യാം. പക്ഷെ അതിനെന്താ വേണ്ടത്? നമ്മളിത് പഠിച്ചത് കൃത്യമായിരിക്കണം. നമ്മളിത് വീഡിയോ കണ്ട് ചെയ്തതിന് കൊണ്ടൊരു പക്ഷെ നമുക്കിത് കൃത്യമായിക്കോളുന്നില്ല. നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചാൽ, ആ കൃത്യമായി പഠിച്ചാൽ നമുക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെ സംബന്ധിച്ചോളം ഇപ്പൊ ഈ കാപ്പിലെ എല്ലാ ജനങ്ങൾക്കും ഇതിന്റെ ഗുണമൊന്നും കിട്ടിയില്ല. ഇവിടെ ഈ ആൾക്കാർ മാത്രമല്ല കാപ്പിലുള്ളത്, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഗുണം കിട്ടണ്ടേ? കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇവിടെ എല്ലാവർക്കും ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയും? ഇല്ല. അതിന് നിങ്ങളെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ 100% പഠിച്ച ഒരാളിലേക്ക് കൈമാറുമ്പോഴേ അദ്ദേഹത്തിന് 90 കിട്ടുള്ളൂ. ഇവിടെ നിങ്ങളൊരു 50% പഠിച്ചിട്ട് ഞാൻ ട്രെയിനറാണെന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന 25% ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെക്കേണ്ട സംഭവമല്ല. നമ്മുടെ ജീവിതത്തിൽ എക്സസൈസ് എന്നൊരു സംഭവം ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഭക്ഷണം എങ്ങനെയാണോ, വിശ്രമം എങ്ങനെയാണോ, അതേ ഇമ്പോർട്ടന്റ് എക്സസൈസിനുണ്ട്. പക്ഷെ ഇത്രകാലം നമ്മളാരും നമുക്ക് മനസ്സിലായില്ല, നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ പൂർവികന്മാർ നമ്മളോട് പറഞ്ഞില്ല. നമുക്കൊക്കെ ഉള്ള രീതി ഇതാണല്ലോ, പൂർവികന്മാർ എന്ത് പറഞ്ഞു അത് ചെയ്യുക എന്നല്ലാതെ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പൊ ഇവിടെ നോക്കി എല്ലാവർക്കും അറിയാം, എല്ലാവരും വിദ്യാസമ്പന്നരാണ്, വിവരമുള്ളവരാണ്, എക്സസൈസ് ആവശ്യമില്ല എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാറില്ല. നമുക്ക് ശീലം നമുക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ശീലം ഉണ്ടായില്ല എന്ന് വെച്ചാൽ, നമുക്ക് ഈ കാര്യം നമ്മളെ മുൻതലമുറ, നമ്മളെയൊക്കെ ഈ ലെവലിൽ എത്തിച്ച നമ്മൾ പിൻഗാമികളായ ആളുകള് അവര് ജീവിച്ചിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അവരെ സംബന്ധിച്ചോളം അവർ വൈകുന്നേരം വരെ അധ്വാനിച്ചിരുന്നത് വെറും ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ്.
അപ്പൊ അവർക്ക് പിന്നെ എക്സസൈസിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അവർ നമുക്ക് പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒരു കുട്ടികളെ എക്സസൈസ് ചെയ്യാത്തതിന്റെ പേരിൽ ശകാരിക്കുകയും അടിക്കുകയും ചെയ്തിട്ടില്ല. ഉറങ്ങാത്തതിന്റെ പേരിൽ ചെയ്യാറുണ്ട്, ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ ചെയ്യാറുണ്ട്. എക്സസൈസ് ചെയ്താൽ മറ്റും ഈ കൂട്ടത്തിൽ ഒരൊറ്റ രക്ഷിതാവ് ഒരു കുട്ടിയെ അടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുണ്ടാവില്ല. നമുക്കത് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളൊന്ന് ഓർക്കണം, നമ്മളെ ജീവിതം നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ ആരോഗ്യം നിലനിർത്തുന്നത് ഈ 3 ഘടകങ്ങൾ നിർബന്ധമായിട്ട് വേണം. അത് ഭക്ഷണമാണെങ്കിലും ഉറക്കാണെങ്കിലും എക്സസൈസ് ആണെങ്കിലും അതൊരു ചിട്ടയോട് കൂടി കൃത്യസമയത്ത് ചെയ്യേണ്ട സംഗതിയാണ്. ചിലർ പറയും ഞാൻ നടക്കാറുണ്ട്, ചിലർ പറയും ഞാൻ ഓടാറുണ്ട്, ചിലർ പറയും ഞാൻ ഇടയ്ക്കൊക്കെ പന്തളിക്കാറുണ്ട്. അതൊന്നുമല്ല എക്സസൈസ്. നിങ്ങൾ എന്തെങ്കിലും ആണോ ഭക്ഷണം കഴിക്കുന്നത്? അല്ല, സ്ഥിരമാണ്. എന്തെങ്കിലും ആണോ ഇറങ്ങുന്നത്? അല്ല, സ്ഥിരമാണ്. എങ്കിൽ എക്സസൈസും അത് സ്ഥിരമാണ്. അതൊരു കൃത്യസമയത്ത് നമ്മുടെ ശരീരം ഒരു സംഗതിക്ക് വഴങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായി അതിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊരു ദിവസം രാവിലെ 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നയാളുടെ ഒരു ശരി നിങ്ങൾ മെക്സൻ തന്നെ ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷെ ഇത്ര സൗകര്യമുള്ള ഒരു സംഭവം വേറെ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മെക്സന്റെ വിജയം. ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും നന്നായിട്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് പിന്നെ ഒരു വലിയൊരു ഉപദേശം എനിക്ക് തരാനുള്ളത്, ഇനി നിങ്ങൾ ഇതിന്റെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങും, പല ആളുകളും ഡെമോ കാണിച്ചുകൊണ്ട് വരും. ഇപ്പൊ ഈ മെക്സോൻ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട്. മെക്സോന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചാൽ എല്ലാവർക്കും റീച്ച് ആവും. ആരും കാണരുത്. സലാഹുദ്ദീൻ സാറിന്റെ ഡെമോ ഇന്ന് കിട്ടാനുണ്ട്. സലാഹുദ്ദീൻ സാറ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈ ലോകത്തിൽ നൽകിയ ഒരു ഗിഫ്റ്റാണ്. അദ്ദേഹത്തിന്റെ ഡെമോ അല്ലാതെ മറ്റൊരു ഡെമോ, കാരണം നിങ്ങൾക്ക് അതിലുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് കൃത്യമായിട്ട് അറിയുന്നവർക്ക് അതിന് തെറ്റുകൾ കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് നമ്മൾ കാണുന്ന സലാഹുദ്ദീൻ സാറിന്റെ ഡെമോ മാത്രമായിരിക്കണം. അത് കണ്ടുകൊണ്ട് മാത്രമായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ നിന്ന് പരിശീലനം ലഭിച്ച ആളുകളിൽ നിന്ന് മാത്രമായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ എവിടെയെങ്കിലും ഈ സംഗതികൾക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ബസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ടോ നിങ്ങൾ എന്താ അവിടെ നടക്കുന്നത്, നമുക്കൊന്ന് തുടങ്ങി തരണം എന്ന് പറയാം. അപ്പൊ തന്നെ നിങ്ങൾ പോയിട്ട് ഏൽക്കുക, നിങ്ങൾ പോയിട്ട് തുടങ്ങുക. അങ്ങനെ ചെയ്ത് ഈ മെക്സവൻ എന്ന പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്തി ഈ ലോകത്തിനു വേണ്ടി തന്ന ഒരു പ്രസ്ഥാനത്തെ നമ്മൾ ഇല്ലാതാക്കി അലങ്കോലപ്പെടുത്തരുത് എന്ന് മാത്രമുള്ള ഒരു വിലപ്പെട്ട ഉപദേശം നിങ്ങൾക്ക് തന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തിയാണ്. ഞാൻ അടുത്ത നമ്മളെ മേലാറ്റൂരിൽ നമ്മളെ യൂണിറ്റിന്റെ അല്ല, നമ്മുടെ കോർഡിനേഷനിലെ ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന മാനുവാക്കാനെ നിങ്ങളുടെ 2 വാക്ക് സംസാരിക്കുന്നതിന് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. എൻ്റെ പേര് കൊളകര മുഹമ്മദ്, മാനാക്കുന്നവരൊക്കെ വിളിക്കും. ഞാൻ 88-89 കാലത്ത് ഇവിടെ വെട്ടത്തൂർ കുറച്ച് കാലം സർവീസ് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആളുകളേക്കെങ്കിലുമൊക്കെ മുഖപരിചയം ഉണ്ടാവുന്നു വരുന്നുണ്ട്. മേലാറ്റ് സർവീസ് ബാങ്കിന്റെ ഭാഗമായിട്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ള ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ അനിലോ സിദ്ദീഖൊക്കെ പറഞ്ഞു കാര്യങ്ങൾ. ഇത് എക്സസൈസ് സംബന്ധമായിട്ടും അതുകൊണ്ടുള്ള ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അധികം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മളിത് എല്ലാവരും കൂട്ടാനുള്ള ഒരു നല്ലൊരു വേദിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന. ദിവസം ഏർലി മോർണിംഗ് രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞേക്കിന് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് എല്ലാവരും ഈ നാട്ടിലുള്ള അയൽക്കാരും എല്ലാവരും തമ്മിൽ കാണാനുള്ള ഒരു വേദിയാണ് കിട്ടുന്നത്. അപ്പോൾ എക്സസൈസ് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് കൈ പൊടി തട്ടി പോവാതെ ഒരു 10 മിനിറ്റ് തമ്മിൽ സൗഹൃദം പങ്കിടുക, കൈ കൊടുത്തിട്ടും കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ആവിധ കാര്യങ്ങൾ മാനസികമായിട്ട് നമുക്ക് വളരെയധികം സംതൃപ്തി കിട്ടും. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ നിരസങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതോടുകൂടി നമുക്ക് കളയാൻ സാധിക്കും. ആ ഒരു ഉപദേശമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനേഴ്സും മറ്റൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ പിന്നെ ഈ ഒരു സമയം, ഈ 1/2 മണിക്കൂർ സമയം നമുക്ക് വേണ്ടി മാത്രം, നമ്മൾ മറ്റുള്ള സമയങ്ങൾ കംപ്ലീറ്റ് നമ്മൾ കുടുംബത്തിനും സമൂഹത്തിനും എല്ലാം വേണ്ടി ചെലവാക്കണം. അപ്പൊ ഈ ഒരു 1/2 മണിക്കൂർ നമുക്ക് വേണ്ടി ചെലവാക്കുക. ഈ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കി ഇതിനോട് മാത്രം യോജിക്കുക. അതുപോലെ തമ്മിൽ സൗഹൃദം പങ്കിടുക. ഇതൊക്കെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളത്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ മറ്റൊന്നുള്ളത്, കുറച്ച് പ്രായമായ ആളുകളൊക്കെ കൂട്ടത്തിലുണ്ട്. പല ആക്ഷൻസ് ചെയ്യാൻ മുഴുവനാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും. അപ്പൊ ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട തന്നെ ആയിരുന്നു. പക്ഷെ അത് നമ്മൾ സാധിക്കുക എന്ന് വെച്ചാൽ പിന്നിലേക്ക് നിൽക്കാതെ വീണ്ടും ട്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് അധിക സമയം ഇല്ലാതെ നിങ്ങൾക്കൊരു 100% ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 80% നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ആ നിലപാടിൽ കൊണ്ടുവരാൻ സാധിക്കും. എൻ്റെ എക്സ്പീരിയൻസിനെയാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് നിൽക്കാതിരിക്കുക. നമുക്ക് ശാരീരിക പ്രശ്നം ബാക്കിലേക്ക് നിൽക്കാതെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. അത് പറയാനുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം. സമ്മാനം എന്ന് പറയാൻ പാടില്ല. എന്ന് തന്ന ആദരവ് വളരെയേറെ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുകയാണ്. ആദ്യം ട്രെയിനർ റഫീഖിനെ.
ഇത്രയും ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച അദ്ദേഹത്തിന് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടാവും. അദ്ദേഹത്തിന്റെ ആ വിടവാങ്ങൽ നിങ്ങളുമായിട്ടൊന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിനയപൂർവ്വം ഭാവേക്ഷ. എല്ലാവർക്കും സുഖമല്ല? നിങ്ങളെ നമ്മൾ പഠിപ്പിച്ചു തന്ന തുടർന്ന് എക്സസൈസ് ജീവിതത്തിൽ തുടർന്ന് പോവുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി. ഇടയ്ക്കൊക്കെ വരാം. ഓക്കെ. പ്രിയമുള്ള മെക്സവൻ സഹോദരങ്ങളെ, ഇവിടെ എത്തിച്ചേർന്ന ട്രെയിനേഴ്സ്, ലീഡേഴ്സ്, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് മെക്സവൻ.